ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ പല ജില്ലകളിലും UPSC ഇൻ്റർവ്യൂ ആരംഭിച്ചിരുന്നു. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലും ഇന്ന് തന്നെയായിരുന്നു ഇൻ്റർവ്യൂ സ്റ്റാർട്ടിങ്. അപ്പോൾ രണ്ട് പാനൽ ഉണ്ടായിരുന്നു. അറ്റ് എ ടൈം രണ്ട് പാനലാണ് നോക്കുന്നത്. അപ്പോൾ ഏത് പാനലിൻ്റെ അടുത്താണോ നമ്മൾ പോകുന്നത് അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു കാഠിന്യവും ലളിതവും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ LPയിൽ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞു, UP ഇൻ്റർവ്യൂ ആകുമ്പോൾ നമ്മുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ ചാൻസ് കൂടുതലെന്ന്. അതുപോലെ തന്നെയാണ് നമ്മൾ ഏത് സബ്ജക്റ്റിലാണോ നമ്മുടെ ഡിഗ്രിയും PGയും അതുപോലെ BEdും ഒക്കെ എടുത്തിട്ടുള്ളത് ആ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അധികവും ഇന്ന് ചോദിച്ചത്. അപ്പോൾ ഫിസിക്സുകാരോട് ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും കെമിസ്ട്രിക്കാരോട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഒക്കെയാണ് ചോദിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞത്. പിന്നെ റീസെൻ്റ് ആയിട്ട് നമ്മുടെ MV വാൻഹായ് 503 കപ്പൽ കണ്ണൂർ തീരത്തിനടുത്ത് 80 കിലോമീറ്റർ അകലെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മറിയുന്നുണ്ട്, കടലിലേക്ക് മറിയുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ, കപ്പലുകളെയൊക്കെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനായിട്ട് സഹായിക്കുന്ന പ്ലവക്ഷമ ബലത്തെപ്പറ്റി ചോദിച്ചിരുന്നു. എന്തുകൊണ്ടാണത് മറിയാനായിട്ടുള്ള കാരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. പിന്നെ നമ്മുടെ കെമിസ്ട്രി ആയിട്ടുള്ളത്, കെമിസ്ട്രി എങ്ങനെ കിച്ചണിൽ നിന്നും കെമിസ്ട്രി എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റ്, അതുപോലെ ആസിഡും ബേസും കുട്ടികൾക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം, ഒരു പോളിമർ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടീച്ചറിനോട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചിരുന്നതെന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ NEPയെ പറ്റി ചിലരോട് ചോദിച്ചിരുന്നു, NEP എന്താണ്, അതുപോലെ ടീച്ചേഴ്സിന് ഈ NEP വന്നത് ഗുണമാണോ ദോഷമാണോ, എന്തൊക്കെ മാറ്റങ്ങളാണ് NEP വഴി ടീച്ചേഴ്സിന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിച്ചു. MBTA എന്താണ്, MBTAയിൽ പുരുഷന്മാരുണ്ടാകുമോ, അങ്ങനെയുള്ള കാര്യം ചോദിച്ചതായിട്ട് അറിഞ്ഞു. പിന്നെ ഒരു പ്രൊജക്റ്റ് മെത്തേഡ് ചെയ്യുന്ന ഒരു കുട്ടിയെ ആസ് എ ടീച്ചർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള കാര്യം, അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട്, ഒരൊറ്റ ഇൻഡിവിജ്വലിന് വേണ്ടിയിട്ട് എങ്ങനെ ഒരു അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സൈക്കോളജി ഒത്തിരി തിയറീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചതായി പറഞ്ഞു. ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ക്ലാസ് റൂം, എങ്ങനെ ഒരു ക്ലാസ് റൂമിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ അതുപോലെ ജോഗ്രഫി മെയിൻ ആയിട്ടുള്ള ടീച്ചറിനോട് മാപ്പ് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അതുപോലെ ആ ടീച്ചർ വന്ന സ്ഥലത്തെക്കുറിച്ചുള്ള പ്രത്യേകതകൾ ചോദിച്ചു. മുൻപ് എക്സ്പീരിയൻസ് ഉള്ളവരോട് ആ ഒരു കമ്പാരിസനൊക്കെ ചോദിച്ചു. അന്യനാട്ടിലൊക്കെ പഠിപ്പിച്ചവരോട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചു. എന്തൊക്കെ ഡിഫറൻസ് ആണ് ഫീൽ ചെയ്യുന്നത്, നമ്മുടെ കേരളത്തിലുള്ള ആ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമോ അവിടെ ഉള്ളതും ഒക്കെ ആയിട്ടുള്ള ഡിഫറൻസ്. പക്ക നമ്മുടെ ബയോഡേറ്റയിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. നമ്മൾ ബയോഡേറ്റയിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ അത് തന്നെയാണ് ചോദിച്ചത്. സബ്ജക്റ്റ് റിലേറ്റഡ് തന്നെയാണ് കേട്ടോ, ഹോബി ഒന്നും അങ്ങനെ ആരോടും ചോദിച്ചതായിട്ട് അറിഞ്ഞില്ല. അപ്പോൾ കുറച്ച് പേരൊക്കെ ഷെയർ ചെയ്ത അഭിപ്രായങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇനി വരുന്ന മുറയ്ക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം, ഓരോരുത്തരോടും എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയുന്നതനുസരിച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം.